ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. നമ്മുടെ പഴയ അമ്മച്ചിമാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചെറിയ ടിപ്സ് വെച്ച് കൂട്ടി നല്ല ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. അതിലൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകിടണം. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. കടുകിട്ടു. നമ്മുടെ കടുവ് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ ചെറിയൊരു വാട്ടർ മാറുന്നത് വരെ നമ്മളിതിനെ തിരിച്ച് മറിച്ച് പച്ചമുളകിനെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. എരിവിനനുസരിച്ച് നമ്മൾ ആദ്യം ഒത്തിരി പച്ചമുളക് ചേർക്കണ്ട, കാരണം ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളകും കൂടി ചേർക്കുന്നുള്ളത് കൊണ്ട് ശകലം പച്ചമുളക് കിട്ടാൻ മതിയായിരിക്കും. അതിനുശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞ് കഴുകി വെള്ളം വാർന്നതിന് ശേഷം ഒരു 1/2 കിലോയോളം കോവയ്ക്ക ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ളി ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 നുള്ളി മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് തീ ഒരു ചെറിയ സിമ്മിലേക്ക് വെച്ച് അടച്ചു വെച്ച് വേവിക്കുക. ഇനി നമ്മളിതിൻ്റെ മൂടി തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത്, കാരണം നമ്മളിത് ഒരുമാതിരി ഒരു ഫ്രൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ കോവയ്ക്ക വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോവയ്ക്കയുടെ പശയെ ഒരു അരിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒട്ടലൊക്കെ പോകാനായിട്ട് ഒരു 2-3 പ്രാവശ്യം നമ്മൾ നന്നായി വാഷ് ചെയ്തിട്ട് വെള്ളം വാലാൻ വെച്ചിട്ട് വേണം നമ്മളിടാൻ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ആഡ് ചെയ്യാം. തേങ്ങാക്കൊത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യുന്നതിനകത്ത് ഇടാം, ഇല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് കൊടുത്താലും മതി. കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലാത്തതുകൊണ്ട് തേങ്ങാക്കൊത്തും ഈ കൂടെ തന്നെ കിടന്ന് ഫ്രൈ ആയി നല്ലൊരു ടേസ്റ്റ് ആയിക്കോളും. എന്നിട്ട് വീണ്ടും നമ്മളിതിനെ നന്നായിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്രൈ ആയി ഇതിന് ഇച്ചിരി കൂടെ ഒരു കളറൊക്കെ മാറാൻ വേണ്ടി വീണ്ടും അടച്ചു വെച്ച് കുറച്ച് നേരം കൂടെ വേവിക്കുക. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കോവയ്ക്കൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, പക്ഷേ ഇച്ചിരി കൂടെ ഫ്രൈ ആകാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഒരു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുവാനായിട്ട് കോവയ്ക്ക് വീണ്ടും നിരത്തി ഫ്രൈ ആകാനായിട്ട് വയ്ക്കുക. ഇനി നമുക്ക് അടച്ച് വയ്ക്കേണ്ട, ഇതിനെ നമുക്കിനി ഫ്രൈ ആവുകയാണ് ചെയ്യേണ്ടത്. അകം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആയി വരണം ഇച്ചിരി കൂടെ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ ഒന്നുകൂടെ നിരത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതിന് ഇച്ചിരി കൂടെ ഫ്രൈ ആകാനായിട്ട് വയ്ക്കുക. കാരണം ഇത്രയും ഫ്രൈ ആയാൽ പോരെ, കുറച്ചുകൂടെ ഫ്രൈ ആയി വരണം. അപ്പോൾ ഇനി നമ്മളിതിനെ തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. അതുകൊണ്ട് ഇനി ഇതിനെ തുറന്ന് വെച്ച് നമ്മൾ ഇച്ചിരി കൂടെ ഫ്രൈ ആകാനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ വീണ്ടും ഇളക്കി നോക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതൊരുമാതിരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഫ്രൈ ആയി വന്ന കോവയ്ക്കയിലേക്ക് ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവോള കൂടി ചേർക്കാം. ഇതിങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചാൽ 1 സവോളയാണ്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ സവോള ചേർത്താൽ കോവയ്ക്ക ഫ്രൈ ആയി വരുന്ന കൂട്ടത്തിൽ സവോള ഒരുപാട് ഫ്രൈ ആയിപ്പോകും. അന്നേരം നമുക്ക് അതൊരു തീരെ ഇച്ചിരിച്ചേ ഉള്ളതുപോലെ കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സവോള കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. ഇനി നമുക്ക് സവോളയും കൂടെ ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് തന്നെ ഈ സവോളയും കൂടെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ഈ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് വത്തലമുളകും ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ച് നമ്മളിതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഇതാണ് ഈ കറിയുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അത് മാത്രമേ എരിവ് വേണോ അതിനനുസരിച്ച് വേണം ഓരോരുത്തരും ഇതിനകത്ത് ചേർക്കാൻ. ഇത് നമ്മുടെ വത്തലമുളകും ചെറിയ ഉള്ളിയും കൂടെ
മിക്സിയിലിട്ട് അരച്ച് ചേർത്ത ഒരു പേസ്റ്റാണ്. അതും കൂടെ നമ്മൾ ഈ കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഈ കറിയുടെ ഏറ്റവും മെയിനായിട്ടുള്ള ടേസ്റ്റ് തരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്കിതിനകത്തെ മുളകും സവോളയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ ഉടഞ്ഞു പോകരുത്, ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുളകും സവോളയും വറുത്ത കോവയ്ക്കയും എല്ലാം കൂടെ തേങ്ങയും എല്ലാം കൂടെ ഒരു നല്ലൊരു മിശ്രിത പരുവമായിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഒന്നുകൂടെ ഒരു 5 മിനിറ്റ്സിലേക്ക് ഒന്ന് ഒരു തീ സിമ്മിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് അത് ചെറിയ ഒരു സവോളയൊന്ന് ശരിക്കൊന്ന് വാടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. നോക്കാം, നമ്മുടെ സവോളയൊക്കെ വാടി നമ്മുടെ കോവയ്ക്കയും നല്ല ഫ്രൈ ആയിട്ട് നല്ല കഴിക്കാൻ കൊതി ഊറുന്ന ടൈപ്പിലേക്ക് വന്നിട്ടുണ്ട്. നോക്കിയാൽ നമ്മുടെ സവോളയൊന്നും ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോയിട്ടില്ല, എന്നാൽ ജസ്റ്റ് വാടി നല്ലൊരു ഫ്ലേവറിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ഇച്ചിരി ഉപ്പ് ചേർക്കുക അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച്. ഇനി നമുക്ക് എൻ്റെ ഉപ്പെല്ലാം പാകത്തിനാണ്, നമ്മൾ എപ്പോഴും ഇടുന്നതായതുകൊണ്ട് ഒരു കറക്റ്റ് അളവ് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല. ഉപ്പെല്ലാം പാകത്തിനാണ്. ഇത് മതി. നമുക്കിനി ഇത് തീ നിർത്തി വെച്ച് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടും അതേസമയം നല്ല പഴയ രീതിയിൽ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ നമ്മളിത് ഡിഷ് നമുക്കിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ണാനായിട്ട് റെഡിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്.